പുതുവത്സരം പിറക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. പുതുവത്സരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മോഹൻലാലിൻ്റെ ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ഇത് അവരുടെ കാലമല്ലേ? ആരുടെയാണെന്നറിയാമോ? അതെ, ജെൻസികളുടെ കാലമാണ്. ജെൻസികൾ എങ്ങനെയാണ് പുതുവർഷത്തെ കാണുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ചായ കുടിച്ചിരിക്കുവാണോ? ഈ വർഷം തീരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പുതുവർഷത്തെ എങ്ങനെ കാണുന്നത്? പുതുവർഷത്തെ നല്ല രീതിയിൽ കാണുന്നു. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ കൊല്ലം കുഴപ്പമില്ലായിരുന്നു. ആഘോഷമൊന്നുമില്ലേ? അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആകാശമില്ല, പ്ലാനൊന്നുമില്ല. ജെൻസി കുട്ടികളുടെ കാലമാണ്. ഇപ്പോൾ ജെൻസികളാണല്ലോ ലോകം ഭരിക്കുന്നത് തന്നെ. എന്താണ് ഏറ്റവും വലിയൊരു ലക്ഷ്യം? എന്താണ് ഈ പുതുവർഷത്തിൽ? ബെറ്റർ ലൈഫ് അത്ര തന്നെ. ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ടൊന്നുമില്ല? റെസൊല്യൂഷനായിട്ടൊന്നും വെക്കാറില്ല, വന്ന പോലെ അങ്ങ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് എന്താ പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ ചായ കുടിച്ചിങ്ങനെ ഇരിക്കുക. ജെൻസികളാണല്ലോ, അപ്പോൾ നിങ്ങളെ കുറിച്ചുള്ളൊരു വലിയ പരാതി എന്ന് പറയുന്നത് ഉത്തരവാദിത്വമൊന്നും കാണിക്കാറില്ല, നിങ്ങൾ ഇങ്ങനെ നടക്കുവാണ്. ശരിയാണോ ഇതൊക്കെ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മൾ പലതും പ്ലാൻ ചെയ്യുന്നുണ്ട്, നടക്കാതെ വരുന്നതിൻ്റെ കുറച്ച് തണ്ടേ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പോഴും പ്രതീക്ഷ വെച്ചുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാണ്. പ്രതീക്ഷ വിടൂല, നമ്മൾ അതിനുള്ള പണി ചെയ്യും. സ്റ്റുഡൻസ് ആണ്, ഞാൻ ഉടനെ ആൽവേസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത് എടുത്ത് കാണിച്ചിട്ട് നമ്മൾ എന്തിനാണ് നടക്കുന്നത്? നമുക്ക് ആ വൈബിൽ അങ്ങോട്ട് പോയാൽ പോരെ. പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഈ എന്താ അമ്മാവണ്ടീൻസ് ഇഗ്നോർ ചെയ്യുക, ഈസി. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് മാറണ്ടേ, ഇപ്പോഴത്തെ രീതികൾ മാറിയപ്പോൾ അതിനനുസരിച്ച് ആൾക്കാരും മാറിയെന്നുള്ളൂ. പുതിയ തലമുറ അപ്പോൾ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്നുള്ളൂ. പഴയ ആൾക്കാർ ഇപ്പോൾ നമ്മളെ കുറേ കുറ്റം പറയുന്നത് അവരെക്കാളും എത്രയോ അടിപൊളിയായിട്ട് ഈ ജനറേഷൻ പോണേന്നാണ് ഞാൻ പറയുള്ളൂ. നിങ്ങളൊരു അടുത്ത വർഷത്തെ പ്രതീക്ഷ നിൽക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഒരു ജോലി എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു വെല്ലുവിളി ഈ സാങ്കേതിക വിദ്യ വരുത്തുന്നുണ്ടോ? സാങ്കേതികത ഇല്ല. നമുക്കിപ്പോൾ ഞാൻ ഇപ്പോൾ വർക്കിംഗ് പേഴ്സണാണ്. എനിക്ക് ഏറ്റവും എളുപ്പമാണ്. ഇപ്പോൾ ഒരു 2 hour 3 hour നമ്മൾ എക്സൽ ഷീറ്റൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ½ an hour പോലും വേണ്ട. ഇപ്പോൾ ഒരു AI വെച്ചിട്ട് നമ്മൾ ഇതിനുള്ളിൽ ആൾ താമസം ഉണ്ടെന്ന് പറയുന്ന പോലെ നമുക്ക് അത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഞങ്ങളുടെ വർക്കിനെ AI വെച്ച് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടായുള്ളൂ. ഇപ്പോൾ ഡിസൈൻ ചെയ്യാനുള്ള കാര്യങ്ങളായാലും പോസ്റ്റർ ഡിസൈനിങ് ബാക്കിയുള്ള അതിനൊക്കെ AI യൂസ്ഫുൾ ആയിട്ടുണ്ടായുള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഇനിയുള്ള കാൽഭാഗത്തിനെ നയിക്കാൻ പോകുന്നത് നിങ്ങളാണ്. അതെ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള സൊസൈറ്റി പിന്നെ നമ്മളായിരിക്കുമല്ലോ. പുതിയ ഒരു വർഷത്തെ നമുക്കൊരു പാട്ടുകൂടെ വരെ പറ്റാലോ. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ. ഇപ്പോഴും പഴയ പാട്ടുകൾ തന്നെയല്ലേ എനിക്കിഷ്ടം? അങ്ങനെ എല്ലാത്തരം പാട്ടുകളും കേൾക്കാറുണ്ട്. ഹാപ്പി ആയിരിക്കും ന്യൂ ഇയർ? ഹാപ്പി ആയിരിക്കും. അതെ, ഹാപ്പിയാണ്. അതെ, ഷുവർലി ഹാപ്പി. അതെ, സൂപ്പറാ. ഇവരെല്ലാം ഇവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി ഞങ്ങളാണ് തുടർന്നുള്ള വർഷങ്ങളിൽ സമൂഹത്തെ നയിക്കുന്നുള്ള ഉറച്ച ബോധ്യമാണ് ജെൻസി കുട്ടികൾക്ക്. എന്തായാലും അവർ നല്ല രീതിയിൽ തന്നെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം ഉറപ്പാണ്. ബിനു പാമ്പയ്ക്കൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.